ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ ഡൽഹി വേഴ്സസ് കൊൽക്കത്ത തമ്മിലുള്ള മത്സരത്തിന്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ആണ്. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ടിപ്സും ട്രിക്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഇവിടെ കുറച്ച് നോയ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് മരം വെട്ടാണ്, അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. മാച്ചിന് എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ഓഡിയോയിൽ തന്നെ ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ മാച്ചിനെ പറ്റി പറയുമ്പോൾ മാച്ച് നമ്പർ 48 ആണ്. മത്സരം നടക്കുന്നത് നമ്മുടെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, അതായത് നമ്മുടെ ഡൽഹിയുടെ ഹോം ഗ്രൗണ്ടിലാണ് മാച്ച് നടക്കുന്നത്. മാച്ച് 29 തീയതി, ഏപ്രിൽ 29 തീയതി കൃത്യം 7:30 അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം, അതായത് നമ്മുടെ ഡൽഹിയിലെ ഹോം ഗ്രൗണ്ടിൽ തന്നെയാണ് മാച്ച് നടക്കുന്നത്. പിച്ച് റിപ്പോർട്ടിലൊക്കെ കിടക്കുന്നതിന് മുന്നേ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്തു. കാരണം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. കാരണം അത്യാവശ്യം നല്ല പ്രോഫിറ്റ് കിട്ടുന്ന ടീംസാണ് നമ്മൾ ലാസ്റ്റ് മാച്ചൊക്കെ ഇട്ട് കൊടുത്തത്. സോ മാക്സിമം എല്ലാവരും കയറി ടീമൊക്കെ ഒന്ന് ഇടാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ കൂടെ ആവുന്ന രീതിക്കാണ് നമ്മൾ മാക്സിമം ടീം ഇടാറുള്ളത്. അപ്പോൾ ഇന്നലത്തെ 2 മാച്ചസും നല്ല അടിപൊളി ടീമായിരുന്നു കേട്ടോ നമ്മുടെ. സോ ഇതുവരെ നമ്മുടെ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്തില്ലെങ്കിൽ കയറി ജോയിൻ ചെയ്തോ, നല്ല ടീമൊക്കെ വേണേൽ. അപ്പോൾ നമ്മുടെ പ്രിവ്യൂലോട്ട് കിടക്കുമ്പോൾ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആൻഡ് ഹാർഡ് പിച്ചാണ്, ഗ്രാസസോ കാര്യങ്ങളൊന്നുമില്ല. സോ ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്യുന്ന ടീമിന് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ഉണ്ടാവും, റൺസ് കൂടുതൽ കിട്ടും. പേസ് ബോളേഴ്സിന് ഇവിടെ നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് ഉണ്ട്. അതുപോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് നമ്മുടെ സ്പിന്നേഴ്സിനും ഈ ഒരു ഗ്രൗണ്ടിലുള്ളത്. വലിയ ബൗണ്ടറീസ് ആയതുകൊണ്ട് 6 അടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, ക്യാച്ച് പോകാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും കേട്ടോ. ഡ്യൂ ഫാക്ടർ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഫസ്റ്റ് സെക്കൻഡ് ഇന്നിങ്സിൽ നല്ല രീതിക്ക് ഇവിടെ ഒരു ക്ലൗഡ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് ചെറുതായിട്ട് അതിനൊക്കെ മാച്ചിനെ ബാധിക്കും. അതുപോലെ തന്നെ എക്സ്പെക്ട് ആവറേജ് ഹൈ സ്കോർ എന്ന് പറയുന്നത് 170 എബോവ് നമുക്ക് തീർച്ചയായിട്ടും ഏത് ടീം ബാറ്റ് ചെയ്യുകയാണെങ്കിലും 170 മുകളിലോട്ട് റൺസ് നമുക്ക് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രൗണ്ടിൽ ഏകദേശം 93 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് 45 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് 48 പ്രാവശ്യമാണ് വിൻ ചെയ്തിട്ടുള്ളത്. ആവറേജ് സ്കോർ 170 റൺസ് തന്നെയാണ്. 170 എബോവ് ആണ് നമ്മൾ ആവറേജ് സ്കോറായിട്ട് കണക്കാക്കപ്പെടുന്നത്. സ്കോറിംഗ് പാറ്റേൺസ് നോക്കുമ്പോൾ ബിലോ 150 22 മത്സരങ്ങളും, അതുപോലെ തന്നെ 170 to 189 23 മത്സരങ്ങൾ, അതുപോലെ തന്നെ 190 എബോവ് 170 to 189 23, അതുപോലെ തന്നെ 190 എബോവ് 23 തന്നെയാണ്. അതുപോലെ തന്നെ ബൗളേഴ്സ് കൂടുതൽ വിക്കറ്റ്സ് എടുത്ത് നോക്കിയാൽ ഫാസ്റ്റ് ബൗളേഴ്സ് 402 വിക്കറ്റ്, സ്പിന്നേഴ്സ് 224 വിക്കറ്റ്സുമാണ് ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തിട്ടുള്ളത്. കൂടുതലും ഫാസ്റ്റ് ബൗളേഴ്സ് തന്നെയാണ് ഇവിടെ എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് പ്ലേയിങ് 11 അതുപോലെ തന്നെ അവരുടെ കീ സ്റ്റാറ്റ്സ് നോക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, കുബേര ഫാൻറ്റസി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്തില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തത്. കാരണം നിങ്ങൾക്ക് ടീമൊന്നും ഇടാതെ ഒരേ ഒരാളെ പിക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ്. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു മാച്ച്, ഏതെങ്കിലും ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഇവിടെ ഡ്യൂ എന്ന് കാണാൻ പറ്റും. അപ്പോൾ 5 പ്ലേയേഴ്സ് ഉണ്ടാവും. 5 പ്ലേയേഴ്സിൽ ആരെ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് നമ്മൾ ജസ്റ്റ് പ്രെഡിക്റ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാച്ചിനെ പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ കൂടെ നിങ്ങളിങ്ങനെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കുറേ പേര് പിക്ക് ചെയ്തിട്ടുണ്ടാകും. പാണ്ഡെ എന്ന് പറഞ്ഞ പുള്ളിയിലാണ് എല്ലാവരും പിക്ക് ചെയ്തിരിക്കുന്നത്. സോ ആ പുള്ളി തന്നെയായിരിക്കും കൂടുതലും നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത്. സോ നമ്മൾ ആ ഒരു പുള്ളിയെ തന്നെ ഒരു ഒഴിഞ്ഞ കോൺടസ്റ്റ് കൊണ്ട് നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിന്നാവും. അത്രേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് ഒരു ചെറിയ ചെറിയ ടിപ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഇത്. സോ മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുബേര ഫാൻറ്റസിത്തെ ഈ ഡ്യൂ ഓപ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസിക്ക് കളിക്കുന്നവർക്ക്, നോർമൽ കോൺടസ്റ്റ് കളിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ഒരു 250 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 810 രൂപയാണ്. അതിൽ 551 രൂപയാണ് പ്രോഫിറ്റ് മാത്രം. കണ്ടില്ല, അത്രയും നല്ല ഒരു കിഡിലൻ ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ആയിട്ടുള്ള ആപ്പ് തന്നെയാണ് നമ്മുടെ കുബേര ഫാൻറ്റസി. അതുപോലെ തന്നെ XL11 ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ആപ്ലിക്കേഷനാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇന്നലെ ലാസ്റ്റ് മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാൽ കൂടെ ടീമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല പോയിന്റ് കയറിയിട്ടുണ്ടായിരുന്നു, കോൺടസ്റ്റ് ജോയിൻ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതിന് മുന്നത്തെ ഒരു മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയൊരു പോയിന്റിനാണ് പോയത്. എന്നാൽ കൂടെ എനിക്ക് അത്യാവശ്യം നല്ല പോയിന്റ് കിട്ടി, സിമ്പിളായിട്ട് വിന്നാവാൻ പറ്റുന്ന കിഡിലനാണ് നമ്മുടെ ഒരു XL11 ആണെങ്കിലും. അതുപോലെ തന്നെ ചോയ്സിലാണ് ഒബ്വിയസ്ലി നല്ല രീതിക്ക് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ. അതുപോലെ തന്നെ വിഷൻ 11 തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട. ഡ്രീം 11 കഴിഞ്ഞാൽ പിന്നെ ഏത് ആപ്പാണ് ഉള്ളത് ബ്രോ എന്ന് ചോദിച്ചാൽ ഞാൻ വിഷൻ 11 റെക്കമെൻഡ് ചെയ്യും. കാരണം ഇപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് പ്ലേ ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ H2H കളിക്കാൻ പറ്റും, അങ്ങനെ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പം നമുക്ക് ഒരു പ്ലെയറിനെ ചൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം കണ്ടോ,
ഗുജറാത്തിൽ നിന്ന് ഒരാൾ, ഇവിടെ നിന്ന് ഒരാൾ. ഓക്കെ, ഇത്ര ഇങ്ങനെ സിമ്പിളായിട്ട് ഓരോരോ പ്ലെയറിനെയൊക്കെ ചൂസ് ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷൻസ് ഉണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, കാരണം നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതെല്ലാം. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ മാച്ചിനെ പറ്റി പറയുമ്പോൾ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു ആപ്പ് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ക്യാഷ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 1 lakh rupees ഫ്രീ ഗീവ് കൊടുക്കുന്ന ഒരു ആപ്പാണ് മൈ മാസ്റ്റർ 11. കാരണം ഡെയിലി 1 lakh rupees ഫ്രീ ഗീവ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡെയിലി കളിക്കുന്ന കണ്ടില്ല, 1 രൂപ കൂടെ കൊടുക്കണ്ട. ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 20,000 രൂപയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്ന സമയത്ത് ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ പ്ലെയേഴ്സിനെ പറ്റിയാണ്. അഭിഷേക് പോരെ ലാസ്റ്റ് മത്സരം 28 റൺസാണ് അദ്ദേഹം എടുത്തത്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 9 ഇന്നിങ്സ് കളിച്ച് 332 റൺസും അഗെയിൻസ്റ്റ് കൊൽക്കത്തയായിട്ട് വലിയ റെക്കോർഡ്സ് ഇല്ല. ഫാഫ് ഡുപ്ലിസി ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 22 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 5 ഇന്നിങ്സ് കളിച്ചിട്ട് 188 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം KKR അഗെയിൻസ്റ്റ് ആയിട്ട് 10 ഇന്നിങ്സ് കളിച്ചിട്ട് 187 റൺസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കരുൺ നായർ ആണെങ്കിലും വലിയ റെക്കോർഡ്സ്, ഈ ഒരു വെന്യൂവിൽ വലിയ റെക്കോർഡ്സ് ഉണ്ട്. ഏകദേശം 16 മത്സരങ്ങൾ കളിച്ചിട്ട് 496 റൺസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതേ നമ്മുടെ KL രാഹുൽ ആണെങ്കിലും കഴിഞ്ഞ എല്ലാ മത്സരങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ലാസ്റ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 6 മത്സരം കളിച്ച് 134 റൺസ് എടുത്തിട്ട് അഗെയിൻസ്റ്റ് KKR ആയിട്ട് 515 റൺസ് 15 ഇന്നിങ്സിൽ അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അസ്തർ പട്ടേൽ ആണെങ്കിൽ ലാസ്റ്റ് ഒരു നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. 2 വിക്കറ്റും 15 റൺസും അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പോയിന്റ് കയറുന്നുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 25 മത്സരം കളിച്ചിട്ട് 527 റൺസ് 19 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് കൊൽക്കത്തയായിട്ട് 15 വിക്കറ്റ് 162 റൺസ്. അതുപോലെ തന്നെ 21 മാച്ചും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. ട്രിസ്റ്റൻ സ്റ്റബ്സ് ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 34 റൺസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 8 മത്സരം കളിച്ചിട്ട് 251 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് കൊൽക്കത്തയായിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. പിന്നെ അഷ്തോഷ് ശർമ്മ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 34 റൺസ് എടുത്തുള്ളൂ. അതുപോലെ തന്നെ വിബ്രാസ് നിഗം, അദ്ദേഹം ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 3 മത്സരം കളിച്ച് 2 വിക്കറ്റ് 26 റൺസും എടുത്തിട്ടുള്ളത്. മിച്ചൽ സ്റ്റാർക്കിനെ പറ്റി പറയുമ്പോൾ 4 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. KKR അഗെയിൻസ്റ്റ് ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 4 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കുൽദീപ് യാദവ് ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 19 ഇന്നിങ്സ് കളിച്ചിട്ട് 20 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് കൊൽക്കത്തയായിട്ട് 4 മത്സരം കളിച്ച് 10 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. നല്ല റെക്കോർഡാണ് കൊൽക്കത്തയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ കുൽദീപ് യാദവിൻ്റെ. അതുപോലെ തന്നെ ചമേര ആണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 1 മത്സരം കളിച്ച് 1 വിക്കറ്റ്, അഗെയിൻസ്റ്റ് ആയിട്ട് 1 മത്സരം കളിച്ച് 1 വിക്കറ്റ് മാത്രമേ എടുത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുകേഷ് കുമാർ ആണെങ്കിൽ 14 ഇന്നിങ്സ് ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 14 വിക്കറ്റും, കൊൽക്കത്തയ്ക്ക് എഗെയിൻസ്റ്റ് ആയി 1 മത്സരം കളിച്ച് 1 വിക്കറ്റും എടുത്ത്. ഇന്നലെ രാത്രി പടത്തിനുമായിട്ട് ഉറക്കം വരുന്നു. തുടരും പക്ക അടിപൊളി മൂവിയാണ്, പോയി കണ്ടില്ലേ സീൻ? എൻ്റെ മോനെ മോഹൻലാൽ അഭിനയിച്ചിരിക്കണ കാണണം. അതിൻ്റെ ഹാങ് ഓവർ എപ്പോഴും വിട്ടിട്ടില്ല. കൊൽക്കത്ത ഇതേ പറയുന്ന സമയത്ത് കൊൽക്കത്തയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഗുർബാസ് റീസെൻ്റ് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ സുനിൽ നരേൻ ആണെങ്കിലും ലാസ്റ്റ് മത്സരങ്ങൾക്ക് ഭയങ്കര ഷോക്കാണ്. ഈ ഒരു ഗ്രൗണ്ടിൽ 8 മത്സരം കളിച്ചിട്ട് 6 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 23 മത്സരം കളിച്ച് 24 വിക്കറ്റും 232 റൺസ് കൊടുത്തിട്ടുണ്ട്. അജിൻക്യ രഹാന നല്ലൊരു പെർഫോമൻസ് ആണ് ലാസ്റ്റ് മാച്ച് അദ്ദേഹം കാണിച്ചത്. അതുപോലെ തന്നെ 8 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 254 റൺസും, അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 21 മത്സരം കളിച്ചിട്ട് 858 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. പെർ മാച്ച് 57 ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന് ആവറേജ് അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട്. അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം മോശമായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ റെക്കോർഡ്സ് ഒന്നുമില്ല കാര്യമായിട്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 വിക്കറ്റ് 224 റൺസ് 7 മത്സരത്തിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. രഘുവാൻഷി ആണെങ്കിൽ ലാസ്റ്റ് മത്സരം 27 റൺസ് എടുത്ത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 1 മത്സരം കളിച്ച് 54 റൺസ് എടുത്തിട്ടുണ്ട്. റിങ്കു സിംഗിന് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. റോമൻ പവൽ അദ്ദേഹം ഈ ഒരു ഗ്രൗണ്ടിൽ 2 മത്സരം കളിച്ച് 17 റൺസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൽഹി ആയിട്ട് വലിയ റെക്കോർഡ്സ് ഒന്നുമില്ല. റസലിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിൽ 5 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. 199 റൺസും നേടിയിട്ടുണ്ട് 8 ഇന്നിങ്സിൽ. അതുപോലെ തന്നെ 14 ഇന്നിങ്സിൽ അഗെയിൻസ്റ്റ് DC ആയിട്ട് 14 ഇന്നിങ്സ് കളിച്ചിട്ട് 15 വിക്കറ്റും 375 റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട്. ചേതൻ സക്രിയ നല്ലൊരു കംബാക്ക് ആയിരുന്നു ലാസ്റ്റ് മത്സരം, അദ്ദേഹം അടിപൊളിയായിരുന്നു. ഓക്കെ, ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം 3 ഇന്നിങ്സ് കളിച്ച് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 2 മത്സരം കളിച്ച് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹർഷിത് റാണ ആണെങ്കിൽ ലാസ്റ്റ് മത്സരം മാത്രമേ നന്നായി കളിക്കത്തുള്ളൂ, ബാക്കി എല്ലാ മത്സരം അടിപൊളിയായിരുന്നു. DCക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് 2 മത്സരം കളിച്ച് 3 വിക്കറ്റ് നേടിയിട്ടുണ്ട്. വരുൺ ചക്രവർത്തി ആണെങ്കിൽ അദ്ദേഹം 1 മത്സരം കളിച്ചിട്ട് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് DC ആയിട്ട് 9 മത്സരം കളിച്ചിട്ട് 17 വിക്കറ്റ് നേടിയിട്ടുണ്ട്. ഹൈ വിക്കറ്റ് ടേക്കറാണ്. അതുപോലെ തന്നെ വൈഭവ് വോറ, അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ വലിയ റെക്കോർഡ്സ് ഇല്ല. അഗെയിൻസ്റ്റ് ഡൽഹി ആയിട്ട് 3 മത്സരം കളിച്ചിട്ട് 5 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഇതുവരെ നമ്മുടെ ഡൽഹിയും അതുപോലെ തന്നെ
KKR തമ്മിൽ 34 പ്രാവശ്യം ഏറ്റുമുട്ടിയിട്ടുണ്ട്. അതിൽ 18 പ്രാവശ്യം നമ്മുടെ KKR, 16 പ്രാവശ്യം നമ്മുടെ ഡൽഹിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോയിന്റ് ടേബിളൊന്നും നിങ്ങൾ നോക്കിയിട്ടില്ലല്ലോ. പോയിന്റ് ടേബിളൊക്കെ ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഏതൊക്കെ ടീമാണ് മുകളിൽ വരുന്നതെന്നൊരു ഒരു ഇതില്ലാത്ത ടീം, ഒരു കണക്ഷൻ ഇല്ലാത്തൊരു പരിപാടിയാണ്. അതുപോലെ തന്നെ ഇനിയുള്ള മാച്ചസ് ഈ കാണുന്ന ലക്നോവും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ടീമും കയറി കഴിഞ്ഞാൽ എവിടെയും പിടിച്ചാൽ കിട്ടാത്ത പോലെ ആയിരിക്കും. ഇപ്പോൾ നോക്കിയോ, നമ്മുടെ RCB ആണ് ഏറ്റവും പോയിന്റ് ടേബിളിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത്. 10 മാച്ച് കളിച്ചിട്ട് 7 വിന്നാണ്. നമ്മുടെ GT ആണെങ്കിൽ 8 മാച്ച് കളിച്ചിട്ട് 6 വിന്നും ഉണ്ട്. നമ്മുടെ മുംബൈ ആണെങ്കിൽ 10 മാച്ചായിട്ട് 6 വിന്നാണുള്ളത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഡൽഹിക്കും ഇനി മാച്ചസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബിന് ഇനി മാച്ചസ് ഉണ്ട്. അവർക്കും കയറി വരാം ഈസി ആയിട്ട്. നമ്മുടെ അതുപോലെ തന്നെ LSTക്ക് ഇനി 4 മാച്ചസ് ഉണ്ട്. എല്ലാവർക്കും കയറി വരാനുള്ള പോസിബിലിറ്റീസുകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ KKRും SRHും RRും അതുപോലെ തന്നെ CSK ഒഴിച്ച് ബാക്കി എല്ലാ ടീമും കയറി വരാനുള്ള ചാൻസസ് ഉണ്ട്. KKRനും ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പോയിന്റ് ടേബിൾ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ പ്രിവ്യൂ ടീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കുബേര ഫാൻറ്റസി തന്നെ നമുക്ക് യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അഡ്വാൻറ്റേജ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ എന്തായാലും കുബേര ഫാൻറ്റസിയിൽ ആ ഒരു ഇത് വരാത്തതുകൊണ്ട് നമുക്ക് XL11 ടീം ക്രിയേറ്റ് ചെയ്യാം. കാരണം എനിക്ക് ഈ ഒരു ആപ്പിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത്രയും അടിപൊളിയായിട്ടുള്ളൊരു ഇത് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇതിലും ഇല്ലേ എൻ്റെ ഭഗവാനെ ചതിച്ച, ശരിയാണല്ല. അപ്പോൾ നമുക്ക് എന്തായാലും മൈ മാസ്റ്റർ 11 നോക്കാം. മൈ മാസ്റ്റർ 11 നമ്മുടെ ടീം അവിടെ. അത് ശരി, ഇതെന്താ ഏതിലും ടീം ഇടാത്തത്? എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ ഗൈസ്. ഇതിലുണ്ടാവും. അത് ശരി ഗൈസ്, നാളെ മാച്ച് നടക്കുന്നില്ലേ? വിഷൻ 11 നമ്മളെ ചതിക്കൂല. കമ്മിങ് സൂണാ. അത് ശരി, അവസാനം എന്നെ ഡ്രീം 11 തന്നെ എടുപ്പിച്ചു അല്ലേ? ആയിക്കോട്ടെ. അത് ശരി, ഇതെന്താ ടീം കൂടെ ഇടാൻ പറ്റാത്ത ഓപ്ഷൻ വരുന്നത്? ഇതെനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഐ തിങ്ക് എന്താണെന്ന് അറിയത്തില്ല. പ്രിവ്യൂ ടീം നമുക്ക് നാളെ ക്രിയേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതിലും ടീം ഒരു പ്രിവ്യൂ ടീം കാണിച്ചു തരാനുള്ള ഒരു ഓപ്ഷൻ കൂടെ എനിക്കില്ല ഏത് ആപ്ലിക്കേഷനിലും. അതൊരു പ്രശ്നം തന്നെയാണല്ലോ. നോക്കിക്കേ ഏതിലും ഇല്ലെന്ന്. ഇനിയിപ്പോൾ ഏതാ ട്രൈ ചെയ്യാനുള്ള? എല്ലാം ട്രൈ ചെയ്യാൻ നോക്കാം. ഗൈസ് സോറി, ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് വിചാരിക്കണം. ബൈ ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെങ്കിൽ ചോദിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവരും ഗുഡ് ബൈ.